പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം. കയ്യടിയുടെ ശക്തി ഒരല്പം കുറഞ്ഞോ എന്നൊരു സംശയമുണ്ട്. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ അല്പം വൈകി. മറ്റൊന്നും കൊണ്ടല്ല, ഇത്രയും വലിയ സ്റ്റേജ് നടന്നിങ്ങ് എത്തണ്ടേ. എല്ലാവർക്കും എന്നെ കാണാമെന്ന് വിചാരിക്കുന്നു. കാണാമോ? കാണൂ, എന്ത് ചെയ്യാം, ഒരു 7-7.5 അടി പൊക്കമുണ്ടായി പോയില്ലേ. ഈ ബോക്സൊക്കെ എനിക്ക് മുമ്പ് ഈ ചൈനയിലെ വൺമതിലാണ്. എന്നാൽ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത്യാവശ്യം കൊച്ചു കൊച്ചു കോമഡികളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രോത്സാഹനം വേണം. അപ്പോൾ ഇത്രയും വലിയൊരു ഓഡിയൻസിന്റെ മുന്നിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. സാധാരണ പുള്ളി വരുമ്പോൾ ഓഡിയൻസ് ഒക്കെ പോവുക ചെയ്യുന്നത്. അല്ല, ഇവനെ പിന്നെ ഇത് കാണാൻ പറ്റില്ല. ഇവിടെ ഫ്രണ്ടിൽ 2-3 നേരെ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇതൊരു സ്പീക്കറാന്ന് വിചാരിക്കും, അല്ലേ? തെറ്റിദ്ധരിക്കരുത്. എന്തായാലും കേരളത്തിൽ ഒത്തിരി പരിപാടികൾ നടത്തിയിട്ടുണ്ട്. എവിടെ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം, പേട്ട, മുരിക്കുമ്പഴ, ചിറയൻകീഴ്, കടക്കാർ, വർക്കല, പരവൂർ, കൊല്ലം, മൺട്രോതുരുത്ത്, ശാസ്താംകോട്ട, കരുനാപ്പള്ളി, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, ഏറ്റുമാനൂർ, പിറവം, തൃപ്പൂണിത്തുറ, കൊച്ചി, എറണാകുളം, എടപ്പള്ളി, ആലുവ, ചൊവ്വര, അങ്കമാലി, കറൂറ്റി, കൊരട്ടി, ചാലക്കുടി, ഇരിങ്ങാലക്കുട, മുള്ളൂക്കര, പുതുകാട്, ഒല്ലൂർ, തൃശ്ശൂർ, പാലക്കാട്, പൊൻകുന്നം, ഷൊർണൂർ, ഒറ്റപ്പാലം, ലക്കടി, മങ്കര, പറളി, ഒലവക്കോട് തൊട്ട് കാസർഗോഡ് വരെ ഏതെങ്കിലും സ്ഥലം വിട്ടുപോയിട്ടുണ്ടോ? ഏതാ? കണ്ണൂര്, തലശ്ശേരി, കണ്ണൂർ എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഹലോ, ഇപ്പോൾ എനിക്ക് തൊഴിൽ മനസ്സിലായി. ഇതിനു മുമ്പ് എന്താ മിമിക്രിക്ക് മുമ്പ് ബസ്സിലെ കിളിയായിരുന്നോ? അല്ല, ഇത്ര കറക്റ്റായിട്ട് ഈ സ്ഥലപ്പേരൊക്കെ പറയുന്നത് അതുകൊണ്ട് ചോദിച്ചു പോയതാ. ഒന്നും തോന്നരുത് കേട്ടോ. അല്ല, ഒരു ആളെ ഇവിടെ ഒരു സംശയം ചോദിച്ചു. എന്ത് സംശയം? അല്ല, എല്ലായിടത്തും നിങ്ങൾ തമാശ പറയാറുണ്ട്. ഞാൻ എവിടെ ചെന്നാലും സംശയമാണല്ലോ. അല്ല, ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള വരവല്ലേ, അതിന്റെ ഒരു ജാടയൊക്കെ ഉണ്ടല്ലേ? കല്യാണം കഴിച്ച എന്താ ജാടാ? അല്ല, ആരെ കല്യാണം കഴിച്ചു? കംപ്ലീറ്റ് പോയില്ലേ? അല്ല, ആരെയാണ് വിവാഹം കഴിച്ചിരിക്കുന്ന? ഒരു പെണ്ണിനെയാ. സാധാരണ എല്ലാവരും പെണ്ണുങ്ങളല്ലേ കേട്ടോ. അല്ല, എന്റെ പെങ്ങളൊരാണിനെയാ കല്യാണം കഴിച്ചത്, അതുകൊണ്ട് പറഞ്ഞു. ഓഹോ, ഇപ്പൊ തിരിച്ചിരിച്ചിങ്ങോട്ട് തന്നോണ്ടിരിക്കാണല്ലേ. അല്ല, കല്യാണം കഴിഞ്ഞപ്പോ ഇത്തിരി കോമഡി കൂടി ഉണ്ടല്ലോ. പിന്നെ എന്നാ മസ്ലി പവർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കണ്ടോ, എക്സ്ട്രാ. അതും കൂടി മേടിച്ച് കഴിക്കില്ലേ? കോമഡി. അല്ല, അത് വേറെ എനിക്ക് വേണ്ടിയിട്ടല്ല. ഞങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ, താങ്കളെ പോലുള്ള വയസ്സന്മാർക്ക് അത് പറഞ്ഞേക്കുന്നേ. അപ്പൊ ഹലോ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഞാൻ ചോദിച്ചതല്ല, വേറെ ആള് ചോദിച്ചാണ്. എന്താണ്? നിങ്ങള് അത്ഭുത ദ്വീപിൽ നായകനായിട്ട് അഭിനയിച്ചു. അതില് നായികയായിട്ട് വന്നത് മലയാളി താരമായിരുന്നില്ല. ബോംബെയിൽ നിന്ന് മല്ലിക കപൂർ എന്നൊരു നായികയായിരുന്നു. അതിന് കാരണം എന്താ? അത് വേറെ രഹസ്യമാണ്, അത് പറയാൻ പാടില്ല. എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഇവിടെ ഉള്ളവർക്ക് വേണ്ടി സ്വകാര്യമായിട്ട് ഞാൻ പറയാം. വിനയൻ സാർ എന്നോട് ചോദിച്ചു ആരെ നായികയായിട്ട് വേണം. ഓ ശരി. ഞാൻ സാറിനോട് പറഞ്ഞു എന്റെ ഹൈറ്റും വെയിറ്റും ഗ്ലാമറും ഒക്കെ ഒത്ത് ഒരു സംഭവം കിട്ടിയ മതി പറഞ്ഞു. അതാണ് മലയാളത്തിൽ നിന്ന് കണ്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഓ, അതാണ് ബോംബെന്ന് പറഞ്ഞത്. ബോംബെന്ന് ഇറക്കി. ശരി ശരി. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു നായകൻ എടുത്തോണ്ട് പാട്ട് പാടണം ഞാൻ കണ്ടത്. സാധാരണ നായകന്മാരാണല്ലോ നായികൻ എടുക്കുന്നത്. അല്ല, അങ്ങനെ സൂഹിക്കേണ്ടെന്ന് തീരുമാനിച്ചു. കാരണം പാവപ്പെട്ട നായകന്മാർ, ഈ നായികന്മാർ കുറെ നാളായി സൂഹിപ്പിച്ച് ഇങ്ങനെ പുകയെടുപ്പിക്കൊണ്ട് നടക്കുന്നത്. അപ്പൊ നമ്മളെ എടുപ്പിക്കേട്ടെന്ന് അങ്ങനെ വിചാരിച്ചു. 50 ദിവസം എടുത്തു. ആണോ? പിന്നെ അത് മാത്രല്ല, നായികയോട് എന്നെ താഴെ ഇടരുതെന്ന് പറഞ്ഞ നായകനും ഞാൻ തന്നെയാ. ശരി ശരി. അപ്പൊ ഇത് തന്നെ ഇംഗ്ലീഷിൽ റീമേക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടു. അങ്ങനെ ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ട് ഹോളിവുഡിൽ നിന്ന്. ഓക്കെ. അപ്പൊ ഗിന്നസ് പോകുന്നൊന്നും അറിയില്ല. അവിടെ നിന്ന് ഇങ്ങനെ ഡ്രീം വർക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഓ ശരി ശരി. ഇപ്പൊ അവിടെ അത് സംഭവിക്കുകയാണെങ്കിൽ ആരായിരിക്കും നിങ്ങളുടെ നായിക? നാണോ? കല്യാണം കഴിച്ചപ്പോ ഇത്രയും നാണം ഉണ്ടായിരുന്നില്ല. അതെ ജീവിതം. ഹായ്, ഹലോ, ഇതെന്തത്? ഇടുവാ, ജീവിതത്തിലല്ല സിനിമയിലെ നായികനാണ് ചോദിച്ചത്. പറഞ്ഞോ. ടൈറ്റാനിക്കിലെ പെണ്ണില്ലേ? ഏത് പെണ്ണ്? മൂട്ടക്കാരനകത്തൊക്കെ കയറിയൊരു സാധനില്ലേ? ഓ, കേറ്റ് വിൻസ്ലെറ്റ്. അതാണ് നായികയായിട്ട് വരാൻ പോണത്. പക്ഷേ ഈ അവിടെയുള്ള ഭാഷ അറിയോ? ഹോളിവുഡിന്റെ ഭാഷ ഏതൊക്കെയാണെന്ന് അറിയോ? പിന്നെ ഏത്? ഇംഗ്ലീഷാണ്. അതെ, 1-2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ? കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. ആണോ? പിന്നെ ഓക്കെ. എന്നോടാ കളി. താങ്കൾ ഒരു പശുവിനെ കറക്കുന്നു, മനസ്സിലായില്ലേ? പശുവിനെ കറക്കുന്നു, അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ? ഞാനോ? നമ്മളൊരു തട്ടുകടയും കൂടി നടത്തണ്ടല്ലോ, അപ്പൊ പശുവിന്റെ കറവയും കൂടി ഒരു ജോലി ഉണ്ടല്ലോ. അപ്പൊ താങ്കൾ പശുവിനെ കറക്കുന്നു, അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ? വേണം. പശുവിനെ കറക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ഐ റൊട്ടേറ്റ് ദ കൗ. കറക്കുന്നു, കൊള്ളാല. പശു പെട്ടെന്ന് അഴിഞ്ഞുപോയി. താങ്കൾ പശുവിനെ കെട്ടി, അതെങ്ങനെ ഇംഗ്ലീഷ് പറയാ? സിമ്പിൾ അല്ലേ? എന്താ? ഐ മാരിഡ് എ കൗ. നീ പശുവിനെ കെട്ടി. ഓ അങ്ങനെ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഈ അർത്ഥം അനുസരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. താങ്കളുടെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തന്റെ യഥാർത്ഥ ജോലി. ആദ്യം തെറ്റിദ്ധരിച്ചതാ. എന്താ? കറവക്കാരനാണല്ലേ?
ഇവിടെ അത്ഭുത ദ്വീപിൽ ഹോളിവുഡിലേക്ക് പോകുമ്പോൾ ഈ കറവ അതിന്റെ ആവശ്യമുണ്ടോ? അല്ല. ഗജേന്ദ്ര രാജകുമാരൻ അതിന്റെ ആവശ്യമുണ്ടോ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഉണ്ടെന്ന്. അതിൽ കുതിരപ്പുറത്തിരുന്ന് ഓടിച്ചല്ല, പിന്നെ അത് ഡൂപ്പ് ഒറിജിനൽ അല്ലേ? പിന്നെ ഒറിജിനൽ കുതിര. അപ്പൊ ഈ- ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ കുതിരയ്ക്ക് മനസ്സിലായി കുതിരയുടെ പുറത്ത് ആളുണ്ടെന്ന്. അന്തം വിട്ടൊരു പോക്കായിരുന്നു. ഓ ശരി ശരി. കല്യാണം കഴിച്ചതിന് മുമ്പ് കയറിയതാ, ഇനി കയറൂല. ആ അല്ല, ഇപ്പൊ നിങ്ങൾ കുതിരപ്പുറത്ത് ഇങ്ങനെ പോവുകയാണ്, ആ. പെട്ടെന്നൊരു സിംഹം നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ വന്നു. നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, ആ. അവിടെ നിന്നു കൊടുത്താൽ മതി, എല്ലാം സിംഹം ചെയ്തോളും. ഓക്കെ. അപ്പൊ താങ്കളുടെ എന്ത് കഴിവുകൾ കണ്ടിട്ടാണ് വിനയൻ സാർ സെലക്ട് ചെയ്തത്? ഒന്ന് രണ്ട് കഴിവുകൾ താങ്കളുടെ ടി വിയിലൂടെ ഇവർ കണ്ടിട്ടുണ്ടോ? എന്തായാലും ലൈവായിട്ട് എന്തെങ്കിലും ചെയ്യാവോ? എനിക്ക് കഴിവുണ്ടോ എന്നോട് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിഞ്ഞൂടെ? ഒന്ന് രണ്ട് ഐറ്റംസ് അവതരിപ്പിക്കാം. കംപ്ലീറ്റ് കഴിവുകളല്ലേ? ആണോ? പിന്നെ ആ. ഇവിടം തൊട്ട് ഇവിടം വരെ കഴിവാ, ഓ ഓ ഓ. പക്ഷെ പിഴിഞ്ഞെടുക്കണം. ആ ഇപ്പൊ തന്നെ നാരങ്ങ പിഴിഞ്ഞ പോലെ ഇരിക്കണത്, ഇനി അതും കൂടി പിഴിഞ്ഞെടുക്കണോ? ഒരു കാര്യം മനസ്സിലാക്കിയോ, ആ. അടിപൊളി മിമിക്രിക്കാരൻ. ആണോ? പിന്നെ എന്ത് ചെയ്യാൻ പോണത്? എന്റെ ഒരു കാര്യം ചെയ്യും, ഇവരുടെ ഒന്നും സഹായമില്ല, ഈ ഓർക്കസ്ട്രയുടെ ഒന്നും സഹായമില്ലാതെ ആ. എന്റെ തൊണ്ട കൊണ്ട് ഞാനൊരു വെസ്റ്റേൺ മ്യൂസിക് അവതരിപ്പിക്കും. സ്വന്തം തൊണ്ടോണ്ടാ? പിന്നെ വല്ലവന്റെ തൊണ്ട കൊണ്ട് എനിക്ക് മ്യൂസിക് ഇടാൻ പറ്റുമോ? അല്ല, ഇവര് സഹായമൊന്നും ഇല്ലാണ്ടല്ലേ? അതെ. ഓക്കെ, കേക്കട്ടെ. പ്രിയമുള്ള കലാസ്ത്രീകളെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ശ്രീ വെസ്റ്റേൺ മ്യൂസിക്. വെസ്റ്റേൺ മ്യൂസിക്കിന് ശ്രീയാ? കിടക്കട്ടെ, ഒരു ബഹുമാനം കിടക്കട്ടെ. ആ ശരി. മുന്നിലൊരു ശ്രീ അങ്ങനെ കിടക്കട്ടെ. ആ കിടക്കട്ടെ. ഓ അടിപൊളിയായിട്ടുണ്ട്. കയ്യടി പോരാ കേട്ടോ. ഇനി എന്താ ചെയ്യാൻ പോണത്? ഇനി എന്നാ വേണം? എന്ത് തരും? എന്ത് വേണം? കാണിക്കേ. എന്നാ പിടിച്ചോ, വെടിക്കട്ടെ, സൂക്ഷിച്ചു നിന്നോ കേട്ടോ. വെടിക്കെട്ട്. ആ അതിന്റെ സ്പെഷ്യലിസ്റ്റ് അല്ലേ? പിന്നെ ഓക്കെ, ഒന്ന് രണ്ട് വെടിയാകാം എന്തായാലും. അനൗൺസ്മെന്റ്. പ്രിയമുള്ള കലാസ്നേഹികളെ, ഞാൻ നിങ്ങളുടെ മുമ്പ് അവതരിപ്പിക്കുന്നു ശ്രീ വെടിക്കട്ടെ. അതിനും ശ്രീ ഉണ്ടാ? വെടിക്കാരാടാ ശ്രീ ഇറക്കണത്? ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേട്ടത്. അല്ല, ചുമ്മാ ഒരു ബഹുമാനം കിടക്കട്ടെന്ന് വെച്ചിട്ട്. ഓക്കെ ഓക്കെ, അടുത്ത വെടി. ഏയ് പോയത് ഇപ്പോഴാ പൊട്ടിയത്. മുമ്പേ അങ്ങോട്ട് പോയി അങ്ങ് ചെല്ലണ്ടേ? ഓ ശരി ശരി ശരി. അടുത്ത വിടട്ടെ. അടുത്ത വിട്ടു. മോനെ, ഇപ്പൊ വിട്ടത് സൂപ്പർ ആവുന്നുണ്ട്, നീ തകർക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് അടിച്ചു ഇതെന്തേ കാണിക്കണേ? അല്ലോ അല്ലോ. ഏയ് ഇതെന്തേ കാണിക്കണേ? സ്വന്തമായിട്ടൊന്ന് പുകഴ്ത്തിയതാ. ആ സ്വയം പൊങ്ങിയ. അടുത്ത വിട്. 3 നില എക്കോ ഇട്ട് വിട്ടതാ. ഓ കൊള്ളാം. എടാ നിന്നെ ഞാൻ വേണ്ട, വേണ്ട, നിന്നെ വേണ്ട, വീടില്ല. വേണ്ട. അമ്മ ആ. പേടിക്കണ്ട, സെൽഫ് ബൂസ്റ്റിംഗാ. ഓ ശരി ശരി. ഓക്കെ. ആ തരിതരാന്നൊക്കെ. ഞാൻ ആരാ മോൻ? അങ്ങനെയല്ല ചോദിക്കേണ്ടത്, പിന്നെ? നീ ആരെയൊക്കെയാണ് മോൻ എന്നാണ്. അടുത്ത വിടട്ടെ. ആ വിട്. ഓ മാലക്കളത്തിന്റെ ചെറിയ ഓ ശരി ശരി. അടുത്ത് സൂക്ഷിച്ചോട്ടെ, ഇതിനും ഭയങ്കരമായിരിക്കും. ആ എന്റെ പോക്ക് കണ്ടറിയാൻ തകർക്കുന്നു. ചന്ദ്രനിലോട്ട് പോയാ? അങ്ങോട്ട് പോട്ടെ. ഹലോ, എന്തു പറ്റി? അത് ചീറ്റി പണ്ടാരാള നീ. അതെന്താ? ഇത്ര വെറൈറ്റി വിട്ടല്ലേ, ഒരെണ്ണം പോയെന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. ഓ ശരി ശരി. മാലപ്പടക്കം വേണോ? പിന്നെ മലപ്പടക്കം വേണം. പിന്നെ വേണം വേണം. ആ. ചോദിച്ചു മേടിക്കുക. വേറെ കിടക്കണം. എന്താണത്? വെറുതെ നിലത്ത് കിടന്നു നീ മേടിച്ചു അത്ര തന്നെ. ആ ആ ആ അതെ. ആ. വേറെന്താ സംഭവം ഉള്ളത്? വേറെ എന്താ വേണ്ടേ? എന്ത്? തന്റെ ഈ വല്ല സംഭവം ഉണ്ട് ഇങ്ങനെ ഓരോന്ന് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാ എൻ്റെ ഒരു കാര്യം ചെയ്യട്ടെ. ആ. സിനിമ സിനിമാടന്മാരുണ്ടാ? അയ്യോ അതാരത്? എന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ വെച്ച് ആ ഒറ്റ നടനെ ഞാൻ ചെയ്യുള്ളൂ. അതാരത്? സുരേഷ് ഗോപി. എന്റെ പൊന്നെ, എടുത്താ പോകണ വല്ലതും ചെയ്താ പോരെ? ഭരചന്ദ്രൻ IPS എന്ന് പറഞ്ഞ സിനിമയിലൂടെ സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവ്. അതെങ്ങനെ കാണിക്കാൻ പോണേ? അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു വരും. സുരേഷ് ഗോപിയാ? അതാണ് തിരിച്ചു വരും. ആക്ഷൻ ഉണ്ട്, നോക്കിക്കോ. ഓക്കെ കിടിലനായിരിക്കും. സുരേഷ് ഗോപിയുടെ മ്യൂസിക് ഉണ്ടാവില്ല. ആ മ്യൂസിക് കിട്ടുന്നുണ്ട്. പോയിട്ട് വാ. വേണ്ട പറഞ്ഞാ മതി, ആ. അവിടെ നിന്ന് വരും ആ. സുരേഷ് ഗോപി. ആ. ഇതെന്താ കാട ഫ്രൈയാ? ഇവിടെയാണ് മൈക്ക്. ആരുടെ വെടി വെച്ചേ? സ്വന്തം വെടി വെച്ചതാ. സുരേഷ് ഗോപി എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം.
തനിക്കറിയാമോ? ആ, എന്നാ കാണിക്ക്. ലേലം എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപി ആനക്കാട്ടിൽ ചാക്കോച്ചിയായിട്ട്. സുരേഷ് ഗോപി ലേലം വിളിക്കാൻ പോണോ? ലേലം അല്ല, ലേലം എന്ന ചിത്രത്തില് സുരേഷ് ഗോപിയുടെ അതെ. മ്യൂസിക് വേണോ? ആ, മ്യൂസിക് ഇട്ടോളൂ. അല്ല, ഞാൻ പറഞ്ഞാലേ അവര് കേൾക്കുള്ളൂ. ആ, ഇട്ട് പറഞ്ഞു. ചേട്ടാ മ്യൂസിക് ഇട്ട് കൊടുത്തേക്ക. പുല്ല് ആണുങ്ങളിൽ ആണായ അബ്കാരി പ്രമാണി കടയാടി രാഘവൻ, ദ അപ്കമിംഗ് ടെറർ കടയാടി തമ്പി, ദ ക്രൂവൽ കോൾ ബ്ലഡഡ് കുന്നേൽ ഔതക്കുട്ടി, ദ ഏജിംഗ് ബട്ട് ഫിയർലെസ് ബൂസ്റ്റ് ഐക്കോൺ കുന്നേൽ മത്തച്ഛൻ. എന്റെ അപ്പച്ചനെ പുറകിന്ന് കുത്തിയത് ഈ കൂട്ടത്തിലേത് തന്തയ്ക്ക് പിറക്കാത്തവനാണെങ്കിലും അവനൊക്കെ കൂട്ടിക്കേറ്റുന്നതും വിസ്തരിക്കുന്നതും വിധി പറയുന്നതും ചാക്കോച്ചി നേരിട്ടായിരിക്കും. തിരിച്ചു വരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. മമ്മൂട്ടി നന്നായിരുന്നു. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ചെയ്യും. കാരണം ഈ സുരേഷ് തിരിച്ചു വരും മറ്റേ മറിച്ചെന്ന് പറഞ്ഞ് ഈ ഡയലോഗ് ഒക്കെ കഴിഞ്ഞ സംഭവങ്ങൾ റിമെമ്പർ ദാറ്റ് ഇതൊക്കെ ഇവർക്ക് അറിയാം. ഇത് വേണ്ട, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആ, ഒരു പുതിയ സംഭവം അവതരിപ്പിക്കാം. എന്താണ്? അതായത് എല്ലാ മനുഷ്യർക്കും ഓരോ മൃഗങ്ങളുമായിട്ട് സാമ്യമുണ്ട്. അങ്ങനെ വരട്ടെ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മൃഗത്തിന്റെ സാമ്യമുണ്ട്. ഏത് മൃഗം എന്ന് അറിയോ? ചോദിക്കേണ്ട കാര്യമുണ്ടോ? എന്താ? കടിച്ചു കീറാൻ നിൽക്കുന്ന സിംഹം. സിംഹോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്യുമ്പോൾ പാടവരമ്പത്ത് വന്ന് നിൽക്കാറുണ്ട്. മാക്കാന്തവള എന്ന് പറയും. അതാണ് താൻ. ഇപ്പൊ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും നോക്കിയേ, ഒരു പുലിയുടെ ലുക്കില്ലേ? മുന്നിൽ കഴുതേന്നും കൂടെ ചേർക്കണം. കഴുതപ്പുലി, അത് കറക്റ്റാ. ഓ, എടോ താൻ എന്താ ചെയ്യാൻ പോകുന്ന അത് പറ. അപ്പൊ ഇതുപോലെ ടി വിയിൽ ഓരോ അവതാരകർക്കും ഓരോ മൃഗങ്ങളുമായിട്ട് സാമ്യമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കണ്ണാടി അവതരിപ്പിക്കുന്ന TN ഗോപകുമാറിന് എരുമയുമായിട്ടാണ് സാമ്യം. അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്, രൂപത്തിലല്ല. അതെങ്ങനെയാന്ന് കാണിച്ചു തരാം. കണ്ടോ? മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. ഇനി കത്തുകളിലേക്കാണ്. കാസർഗോഡ് നിന്നും നാസർ, ജാഫർ, ജോക്കർ, ബ്രോക്കർ എന്നിവർ അയച്ചിരിക്കുന്ന കത്താണ്. ഈ കണ്ണാടി വായിക്കുന്ന ചേട്ടന്റെ വായന കൊള്ളാം, പക്ഷെ താടി ഒന്ന് വടിച്ചു കളയണം. ഈ ആവശ്യത്തിലേക്ക് 11 രൂപയും അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാന്യ പ്രേക്ഷകർ സ്റ്റുഡിയോയിലോട്ട് നേരിട്ട് വരികയാണെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ ചെവിയിൽ പറയുന്നതാണ്. എന്തേ കാണിക്കുന്നത്? ചാണകട്ടോ നോക്കിയതാ. കൊറേ നേരമായി അമറുന്നു, അതുകൊണ്ട് ചോദിച്ചു. എടോ ഇതല്ല, വേറെന്താ അടുത്ത സംഭവം? എന്താ ചെയ്യുക? വേറൊരു മൃഗം, അതായത് പൂച്ചയുമായിട്ട് സാമ്യമുള്ളൊരു ആളുണ്ട്. സൗണ്ടിൽ വരുന്നുണ്ട്. അതെ, ആറ്റുകാൽ രാധാകൃഷ്ണൻ അനന്തം അജ്ഞാതം അവതരിപ്പിക്കുന്ന ടിവിയിൽ കണ്ടോ? സ്റ്റഡി ആയിട്ട് നിന്ന് ചെയ്യുന്നല്ലേ? അതെ. ആനന്ദം അജ്ഞാതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ തിരുവാതിര കളിക്കാരായിരിക്കും. അവർ തിരുവാതിര കളിക്കുമ്പോൾ മൂലസ്ഥാനം ഭൂമിയോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് മൂട് കീറിപ്പോവാൻ സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് കീറിപ്പോയ ഭാഗം കൈകൊണ്ട് പൊത്തിപ്പിടിച്ചാൽ മതി. രോഹിണി നക്ഷത്രം, രോഹിണിക്ക് രാത്രി ചന്ദ്രന്റെ ദൃഷ്ടിയുള്ളതുകൊണ്ട് രോഹിണി ഗർഭിണിയാകാൻ സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് രോഹിണി ചന്ദ്രന്റെ ദൃഷ്ടിയിൽപ്പെടാതെ സൂക്ഷിക്കുക. ഞാൻ സുഹൃത്തെ ഉപദേശിക്കാൻ തോന്നല്ലേ? ജീവൻ TV ഒക്കെ കവർ ചെയ്യുന്നുണ്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട്. ശരി, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരാളുണ്ട്. പട്ടിയായിട്ട് സാമ്യമുള്ള ആളാ. നമ്മൾ തമ്മിൽ അവതരിപ്പിക്കുന്ന ഒരാളുണ്ട്, ശ്രീകണ്ഠൻ എന്നായിരുന്നു പറയും. പട്ടിയായിട്ട് സാമ്യം കണ്ടോ? മാന്യ പ്രേക്ഷകർക്ക് തമ്മിൽ തല്ലുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇവരെ തമ്മിൽ തല്ലിക്കുക എന്നാണ് എന്റെ ഉദ്ദേശം. ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് വിട പറയുകയാണ്. ഗുഡ് ബൈ. ഈ സംഭവങ്ങൾ നമ്മൾ തമ്മിൽ അവതരിപ്പിക്കുന്ന അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഹിന്റ് കൊടുത്തിട്ട് കയ്യടി കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നും പറയരുത്. ശബ്ദം കേൾക്കുമ്പോൾ ജനങ്ങൾ കൈയടിക്കണം, ജനങ്ങൾ മനസ്സിലാക്കണം, അവർ കൈയടിക്കണം. അങ്ങനെയുള്ള എന്തെങ്കിലും വ്യത്യസ്തമായ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ചെയ്തു. അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ മാത്രമേ ഉള്ളൂ ലോകത്തിൽ. മമ്മൂട്ടി. അത് മതി. മമ്മൂട്ടി ഒന്നല്ല, അതിനേക്കാൾ ഉയർന്ന ആളാ മോഹൻലാൽ. അല്ലല്ല, അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട കോൾമേർ കൊള്ളും. സുരേഷ് ഗോപി. അല്ലല്ല, ഇവരിലൊക്കെ മുകളിലുള്ള ലോകം മൊത്തം അറിയാം. അങ്ങനെയാണോ? അങ്ങനെ ഒരാളാണ്. കേട്ടോ? അറിയാലോ. കട്ട്ലറ്റ് ജ്വല്ലറി ജനകോടികളുടെ അസ്വസ്ഥ സ്ഥാപനം. ഗൾഫിലെ കേരളം എന്നറിയപ്പെടുന്ന സലാലയുടെ ഹരിതാപയിൽ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു പുതിയ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. കട്ട്ലറ്റ് ജ്വല്ലറി ജനകോടികളുടെ അസ്വസ്ഥ സ്ഥാപനം. ഇനി ഡയലോഗ് മതി. ഡയലോഗ് ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി തനിക്ക് ചെയ്യാൻ പറ്റുമോ? വെറൈറ്റി ഒരു കാര്യം ചെയ്യാം. ട്രെയിനിന്റെ ശബ്ദം. ഓ, ട്രെയിനിന്റെ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ. ഓക്കെ, കേൾക്കാം. ഒരു ട്രെയിൻ ഇവിടെ നിന്ന് എങ്ങനെ പോണാ കാണിച്ചു തരാം. ഓ, ശരി ശരി. പഴയ ട്രെയിൻ വേണോ പുതിയ ട്രെയിൻ വേണോ? ഇവരെടുത്ത് ഏതാ വേണ്ട? പഴയതാണോ പുതിയതാണോ? പുഴുങ്ങിയതാ? പഴയത്. പഴയത്. എല്ലാത്തരം ട്രെയിനും ഉണ്ട് എൻ്റെ കയ്യിൽ. ഓ, ശരി ശരി. ഗുഡ്സ് വേണോ പാസഞ്ചർ വേണോ? പറഞ്ഞു. ഗുഡ്സ്. ടിനിട്ടോമേ, കേക്ക് വേണോ പുഷ്പുൾ വേണോ? ഇവരെടുത്ത് ഏതാ വേണ്ടത്?
പുഷ്പല്ല പുഷ്പുള്ളേ. ഇതുപോലത്തെ ചെറിയ ട്രെയിൻ വേണോ? ഏതൊരു ട്രെയിനിന്റെ സൗണ്ട് ഉണ്ടാവോ? അവർ പറഞ്ഞു തന്നില്ലേ, കുറെ പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ, ഇത് ചെയ്യാൻ പാടില്ല അങ്ങോട്ട്. പിന്നെ ചോദിക്കണം എന്തിനത്? എന്ത് നോക്കണം, കടിക്കോ ഇത്? ഒരു തമാശ പറയാൻ. എന്താ പോവാണ്ട് പോകാൻ പറ്റില്ലല്ലോ, വണ്ടി ശ്വാസം കിട്ടുമല്ലോ, അല്ലെ കുറച്ചുകൂടെ ഒക്കെ നീട്ടായിരുന്നു. വേണ്ട, ഉള്ള നീട്ടം മതി. എന്താണ് വിസിലടിക്കാ പോകാൻ പറ്റില്ല. പോകാൻ പറ്റില്ല. എന്താ നിന്റെ ട്രെയിനിന്റെ വണ്ടി വിടറോ? ഈ ലോഡിംഗുകാരെങ്കിലും ഉണ്ടോ? ഒന്ന് കയറ്റി ഇവിടെ ഇരുത്തണേ, ഒന്ന് വരണേ. ഇരുത്തിക്കോ. ആ കൂലി അങ്ങ് കൊടുത്തേക്ക്. ഓക്കെ. അപ്പൊ നമ്മളെല്ലാം ഇതിന് പറയുന്നത് മൈക്ക് എന്നാണ്. ഇത് ഇദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ഒരു ഗത പോലെ തോന്നും, മൈക്ക് തന്നെയാട്ടോ. അപ്പൊ നമുക്ക് മത്സരം ആരംഭിക്കാം. ഓക്കെ. അപ്പൊ താങ്കളുടെ സംഗീത പാരമ്പര്യം എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതിനു മുമ്പ് താങ്കൾ ഈ ദാസാട്ടിനെ അനുകരിച്ച് പാടുമെന്നൊക്കെ പറഞ്ഞു, എന്നിട്ട് എന്താ വെള്ള ജുബ്ബിടാത്തത്? റോയൽറ്റി കൊടുക്കണമെന്ന് പേടിച്ചിട്ടാ. വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ താങ്കളുടെ സംഗീത പാരമ്പര്യത്തെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ പേര് യേശുദാസ്. ഓക്കെ. സംഗീതത്തിന് വേണ്ടി മരിച്ച ഒരച്ഛൻ്റെ മകനാണ് ഞാൻ. സംഗീതത്തിന് വേണ്ടി ലോകത്തിൽ ആരും മരിച്ചിട്ടില്ലല്ലോ. എൻ്റെ അച്ഛൻ സംഗീതത്തിന് വേണ്ടി മരിച്ച ഒരാളാണ്. അതെങ്ങനെയാന്ന് വിശദീകരിക്കാവോ? മോഹൻലാൽ ഒറ്റ ഒരുത്തനാണ് എൻ്റെ അച്ഛനെ കൊന്നത്. മോഹൻലാൽ ആരെയും കൊന്നിട്ടില്ലല്ലോ. മോഹൻലാൽ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞു, ഏത് സിനിമയിലെ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം മോഹമായിട്ട് ചെന്ന് കയറിയത് പഴയ ഒരു സിംഹത്തിന്റെ മടയിലാണ്. എന്നിട്ട് അച്ഛൻ സംഗീതം പഠിക്കാൻ പോയി. കേട്ട പാതി കേൾക്കാത്ത പാതി അച്ഛൻ ഒരൊറ്റ ഓട്ട സിംഹത്തിന്റെ മടയിൽ സംഗീതം പഠിക്കാൻ. എന്നിട്ട് എന്ത് സംഭവിച്ചു? പൊറോട്ട കീറുന്ന പോലെ കീറിക്കളഞ്ഞു. പക്ഷേ അവസാന നിമിഷം അച്ഛനൊരു കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്ന് വെച്ചാൽ എന്താ? ഹലോ, എന്ന് വെച്ചാൽ എന്താ? എന്താന്ന് അച്ഛനും മനസ്സിലായിട്ടില്ല, സിംഹത്തിനും മനസ്സിലായിട്ടില്ല, എനിക്കും ഒരു ചുക്കും മനസ്സിലായില്ല. അപ്പൊ എന്തായാലും നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ഗാനം ഗോഡ്സ് പ്ലീസ്. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. ചോദ്യം ഇതാണ്, ആരെയും ഗായകനാക്കുന്ന ഈ ബാവ ആരാണ്? എ PKK ബാവ, ബി കത്തോലിക്ക ബാവ, സി കുഞ്ഞു ബാവ. കുഞ്ഞു ബാവ. ആലോചിച്ചാണോ പറഞ്ഞത്? കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. വീട്ടിൽ കുഞ്ഞ് ജനിച്ച ആര് എപ്പോ ഗായകനായെന്ന് ചോദിച്ചാൽ മതി. കുഞ്ഞുവാവ. ഇപ്പൊ നിങ്ങളെയും കുഞ്ഞുവാവയെ പോലെയാണോ വീട്ടിൽ ഉറക്കുന്നത്? എന്നെയും കുഞ്ഞുവാവയെന്നാ വിളിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. അപ്പൊ 2 രൂപ 50 പൈസ സമ്മാനമായിട്ട് ലഭിക്കുന്നു. അടുത്തത് ഞാനൊരു ഡാഷ് ഇടും, അതായത് ഒരു പാട്ടിന്റെ ഇടയ്ക്ക് ഒരു വിടവിടും. അവിടെ എന്താന്ന് വെച്ചാൽ ഫില്ല് ചെയ്യുക. മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മധുവിധുരാത്രി അവിടെ എന്താ ഫില്ല് ചെയ്യേണ്ടത്? എ മന്ത്രിക്ക്, ബി പഞ്ചായത്ത് മെമ്പർക്ക്, സി മന്ത്രിയുടെ PIക്ക്. ഉത്തരം പറഞ്ഞോളൂ. മന്ത്രിക്ക്. ഉത്തരം കറക്റ്റ് ആണ്. ഒന്ന് പാടിയേ. അതൊക്കെ വേണോ? പാടിക്കോ. മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി. ഈ മന്ത്രിമാര് മധുവിധു ആഘോഷിക്കാൻ പോകുന്നതാണ് മൊത്തം പ്രശ്നങ്ങളല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. പ്രേമിച്ചിട്ടുണ്ടോ? ഫക്രു പ്രേമിച്ചിട്ടുണ്ടോ? അതേ ഉള്ളല്ലേ. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ്, അതായത് താങ്കളുടെ ഇപ്പോൾ ഉയരം എത്രയെന്ന് താങ്കൾക്കറിയാം. ഇപ്പം ജീവിതത്തിൽ താങ്കൾ
എപ്പോഴെങ്കിലും എന്തെങ്കിലും ഭീഷണിയെ നേരിട്ടിട്ടുണ്ടോ? ഞാൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രശ്നമെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഭീഷണി എന്താ? മുമ്പേ ഇവിടെ വന്നില്ലേ മോഡൽസ് ഒക്കെ ഇല്ലേ മൈക്രോബിഡി ഇട്ടെ, ആ, അതൊരു വലിയ ഭീഷണിയാ. അതെന്താ അത്? സൈഡിലോട്ടെങ്ങാനും നോക്കിയാൽ തീർന്നില്ലേ? അപ്പൊ അവരെ ചുറ്റിപ്പറ്റി നടക്കാതിരുന്നാ മതി കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാട്ടൊന്നും പഠിക്കുന്നില്ലല്ലേ? ആ. രണ്ടുപേരും പാടട്ടെ ഞാൻ. ക്ലാസിക്കൽ ആയിട്ടൊക്കെ പാരമ്പര്യം. പിന്നെ. അപ്പൊ ഒരു രണ്ടുപേരും ഒന്ന് മൂളാവോ? ഓക്കെ, Okay. രണ്ടുപേരും മൂടാ. ക്ലാസിക്കലാണ്. ഓക്കെ. ക്ലാസിക്കൽ അല്ലേ ഇത്? ഇത് സന്ധ്യക്കെന്തിനു സിന്ദൂരം? ഓ ശരി ശരി ശരി. ഓക്കെ ഓക്കെ. സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികയ്ക്കെന്തിന് വൈഡൂര്യം, സുസ്മിതയ്ക്കെന്തിന് പാദസ്വരം, എൻ കൽപ്പനയ്ക്കെന്തിനാഭരണം. സന്ധ്യ, സുസ്മിത, കൽപ്പന, ചന്ദ്രിക. സ്ത്രീ വിഷയത്തിൽ ഭയങ്കര താല്പര്യമാണല്ലേ? എങ്ങനെ മനസ്സിലായി? മനസ്സിലായി, പാട്ട് കേട്ടപ്പോ മനസ്സിലായി. ഇഷ്ടപ്പെട്ട പക്ഷി ഏതാ? കോഴി. സ്വഭാവം പോലെ തന്നെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കണം. 5 രൂപയുടെ ചോദ്യമാണ്. ഇനിയുണ്ടോ ചോദ്യം? അതെ അതെ, 5 രൂപയുടെ ചോദ്യമാണ്. പ്രേമിച്ചിട്ടുണ്ടെന്നൊക്കെയല്ല പറഞ്ഞതല്ലേ? ഓക്കെ. പ്രേമിച്ചവർക്കുള്ള ഒരു പാട്ടാണ്. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നമ്മുടെയൊക്കെ ആശ തീരും. സുഭാഷ്. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെയാണ് ആശ തീർക്കാൻ പറ്റുക? ഓപ്ഷൻസ്: എ, നീന്തിപ്പോയി ആശ തീർക്കാം. ബി, പാലത്തേക്കയുടെ പോയി ആശ തീർക്കാം. സി, ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം. ആലോചിച്ച് ഉത്തരം പറയാം. എങ്ങനെ ആശ തീർക്കാൻ പറ്റും? ഹൗസ് ബോട്ടിൽ പോയി ആശ തീർക്കാം. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഹൗസ് ബോട്ടിൽ എല്ലാ സെറ്റപ്പും ഉണ്ട്. എപ്പോൾ ആശ തീർന്നെന്ന് ചോദിച്ചാൽ മതി. എത്ര രൂപയായി? ഇപ്പോൾ 10 രൂപ ആയിട്ടുണ്ട്. ഊണ് കഴിക്കാനുള്ള കാശുമായിട്ടുണ്ട്. ആ, പിന്നെ ഒരു ക്ലാസിക്കൽ ഗാനം പാടാം. പ്രമദവനത്തിന്റെ ആരും എടുക്കാതെ എനിക്ക് കറക്റ്റായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. കവിയുടെ ഗാനരസാമൃത ലഹരിയിൽ ഒരു നവകനകഗിരി ഇടമി തണിയുമ്പോ. ഹലോ, എന്താ പറ്റിയത്? എന്താടാ പറ്റിയത്? മൈക്കെന്താ? മൈക്കൊക്കെ അടിപൊളി സിസ്റ്റമാ. 19,000 വാട്ട്സ് ഉള്ളതാ. ഇതൊക്കെ ഞാൻ സ്ഥിരം ഇടുന്ന നമ്പറാ. ബാക്കി അങ്ങ് പാടിയേ പറ്റില്ലല്ലേ? അതാണ് എടുത്താ പോകുന്ന സംഭവം ചെയ്യാവൂ കേട്ടോ. ഈ പറ്റാത്ത സംഭവമൊക്കെ എടുത്ത് പോകും. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15 രൂപയുടെ ചോദ്യമാണ്. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പ വരും, എപ്പ വരും, എപ്പ വരും, അമ്പിളി അമ്മാവൻ എപ്പ വരും. ഓപ്ഷൻസ്: 10 മണിക്ക് ശേഷം വരും. ബി, 7 മണിക്ക് ശേഷം വരും. സി, വരില്ല. അമ്പിളിയമ്മാവനല്ലേ? അതെ, സി വരില്ല. ലാസ്റ്റ് വരില്ല. ഉറപ്പാണോ? ഉറപ്പാ. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. അമ്പിളിയമ്മാവൻ വരില്ല, കാരണം കറുത്ത വാവാണ്. ഞാൻ ഈ അമ്പിളിയമ്മാവനെ അന്വേഷിച്ച് ഒരു പ്രാവശ്യം ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയി. അപ്പോൾ കൂടെ മമ്മൂക്കായ ഉണ്ട് കേട്ടോ, മമ്മൂട്ടി. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് നേരെ ആംസ്റ്റർഡാമിൽ ചെന്നിറങ്ങി. അവിടുന്ന് സൗത്ത് ആഫ്രിക്കയിൽ ചെന്ന് അവിടുന്ന് ശ്രീലങ്കയിലേക്ക് വന്നിട്ട് വീണ്ടും ഹോങ്കോങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എന്താ? ഇത് തരികിട പതിനിസ എന്ന് പറയുന്ന പ്രോഗ്രാമാണോ അതോ സഞ്ചാരം എന്ന് പറയുന്ന പ്രോഗ്രാമാണോ? അല്ല, ഞാൻ ഇങ്ങനെ പോയ സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് അറിയിക്കാനുള്ള ഒരു സ്ഥലം വേറെ ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അവസാന ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. താങ്കൾ വിവാഹം ചാകാൻ പോവാണ്? അല്ല അല്ല, അതല്ല, ചോദ്യത്തിലേക്ക്. ഓക്കെ, സമയം തീരാറായി. താങ്കൾ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. ആരെയാണ് വിവാഹം കഴിക്കാൻ താല്പര്യം? ഒരു പെണ്ണിനെയാ. സാധാരണ എല്ലാവരും പെൺകുട്ടികളാണല്ലോ വിവാഹം കഴിക്കുന്നത്. എന്റെ പെങ്ങളൊരാണിനെയാ കിട്ടിയത്, അതുകൊണ്ട് പറഞ്ഞത്. ഓ ശരി, അതല്ല, ഞാനൊരു ഓപ്ഷൻ പറയാം. ഇതിൽ ആരെ താൻ സെലക്ട് ചെയ്യുമെന്ന് പറയാം. കൃത്യമായിട്ട് ഉത്തരം പറയാം. എ, ടീച്ചർ. ബി, ടെലിഫോൺ ഓപ്പറേറ്റർ. സി, നേഴ്സ്. ആരെ സെലക്ട് ചെയ്യും? ടീച്ചറെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. നേഴ്സിനെ സെലക്ട് ചെയ്തോടെ? വേണ്ട വേണ്ട വേണ്ട. എന്താ നേഴ്സ് എന്താ വേണ്ടത്? നേഴ്സ് ആണെങ്കിൽ പറയും ഇഞ്ചക്ഷൻ ചെയ്യാം, മരുന്ന് കഴിക്കാം, അവിടെ നെങ്ങരുത് ഇവിടെ നെങ്ങരുത്, ഡെറ്റോൾ, അതായത് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ. അപ്പൊ ടെലിഫോൺ ഓപ്പറേറ്റർ ആണെങ്കിലോ? ടെലിഫോൺ ഓപ്പറേറ്റർ ഒട്ടും വേണ്ട. അതെന്താ വേണ്ടാതെ? ടെലിഫോൺ ഓപ്പറേറ്റർ പറയും നിങ്ങളിപ്പോൾ ക്യൂവിലാണ്, അല്പനേരം കഴിഞ്ഞ് വിളിക്കാൻ പറയും. ഓക്കെ ഓക്കെ. അപ്പൊ ടീച്ചറെ സെലക്ട് ചെയ്യാൻ കാരണം എന്താ? ടീച്ചർ ആണെങ്കിൽ ഹോംവർക്ക് ചെയ്യിക്കാതെ കടത്തി ഉറക്കത്തില്ല, മനസ്സിലായാ? നമസ്കാരം ചേട്ടാ. ആ, അതായത് ചേട്ടന്റെ മോളെ പെണ്ണ് കാണിക്കാൻ വേണ്ടി ഞാനേ ഒത്തിരി ചെക്കന്മാരോട് കൊണ്ടുവന്നു. 3 ചെക്കന്മാരെ കൊണ്ടുവന്ന് 3 ദിവസം ചേട്ടന്റെ വീട്ടിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് പല പ്രയോജനം ഉണ്ടാ. അതുകൊണ്ടല്ലേ തനിക്ക് 3 പേരിട്ടേക്കുന്നത്. ചേട്ടാ ഒരു കേസ് ചോദിക്കട്ടെ. ഒരു എഞ്ചിനീയർ
കൊണ്ടു ചേർന്ന് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല. ഒരു ബിസിനസ്മാനെ കൊണ്ടു ചേർന്ന് ഇഷ്ടപ്പെട്ടില്ല. ആ. ഒരു ഡോക്ടറെ കൊണ്ടു ചേർന്ന് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടൂല. പിന്നെ ചേട്ടൻ ആരെ വേണം? എന്റെ മകളെ കെട്ടിക്കണമെങ്കിൽ ഒരു മിമിക്രിക്കാരൻ മതി. മിമിക്രിക്കാരനാ? ആ. സീസൺ കഴിഞ്ഞാൽ എന്റെ ജീവിതം ഒരു സീസണും അല്ല. മിമിക്രിക്കാരനാണെങ്കിൽ കുറച്ച് കഴിവുണ്ടെങ്കിൽ അവന് ചാനൽ എന്തെങ്കിലും പരിപാടി ചെയ്ത് ജീവിക്കാം. ഇനി അവനൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ അവനൊരു സിനിമാ താരമാവും. അതുകൊണ്ട് എന്റെ മകളെ കെട്ടിക്കണമെങ്കിൽ ഞാൻ മിമിക്രിക്കാരനെ കൊണ്ടേ കെട്ടിക്കൂ. അപ്പൊ എത്ര ശമ്പളമുള്ള ആളെ കൊണ്ടുവന്നാലും ചേട്ടൻ കെട്ടിക്കൂല. മിമിക്രിക്കാരനെ കൊണ്ടേ കെട്ടിക്കൂ. അതെ. എന്നാൽ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു സന്തോഷ വാർത്ത ഞാൻ പറയാം. എന്താണ്? ഒരു കിടിലൻ മിമിക്രിക്കാരനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി മിമിക്രിക്കാരനാണ്. പിന്നെ അടിപൊളി മിമിക്രിക്കാരനല്ലേ? ആ. പേരെന്താണെന്നറിയാമോ? കലാഭവൻ രാജപ്പൻ. കലാപം രാജപ്പൻ. കലാപം രാജപ്പൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാ? ഇറങ്ങാനിരിക്കുന്ന സിനിമയിലെ നായകനല്ലേ? ആണ്. വിളിക്കട്ടെ? വീരശൂര പരാക്രമിയാണ്. വീരശൂര പരാക്രമി. ചേട്ടാ ദേ കിടക്കണ ഇടിവെട്ട് കലാകാരൻ ഇതാണ്. ആ എങ്ങനെയുണ്ട്? വീരശൂര പരാക്രമി എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിമിയുടെ അത്ര ഉള്ളല്ലോ. അല്ല അല്ല ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് ചേട്ടൻ. അല്ല ഇവൻ മിമിക്രിക്കാരനാണെന്നുള്ള എന്താ തെളിവ്? എന്താ അല്ല ഹലോ ഉറപ്പായി മിമിക്രിക്കാരനാണെന്ന് ഉറപ്പായി. അപ്പൊ കല്യാണം ഉറപ്പിക്കാൻ മൈക്ക് കണ്ടപ്പോ ഐസ്ക്രീം തിന്നണ പോലെ നക്കി തിന്നല്ലേ? അപ്പൊ കല്യാണം ഉറപ്പിക്കാൻ മൈക്കിൽ ഇതേ കൈവശം കൊടുത്തേക്കണ്. കല്യാണം ഉറപ്പിക്കാന്ന് കിട്ടെ. ഇവൻ മിമിക്രിക്കാരാണെന്ന് അറിയണമല്ലോ. ചെറുതാന്നും പറഞ്ഞ എങ്ങനെ അങ്ങ് തള്ളിക്കളയണ്ട. ആറ്റം ബോംബ് വളരെ ചെറുതായിരിക്കും, പക്ഷെ അപാരമായ സ്ഫോടന ശേഷിയായിരിക്കും. ഓക്കെ ഓക്കെ. അല്പം ഒന്ന് ഇങ്ങോട്ട് നീങ്ങിക്കോ. അവിടെ ഒരു ചൈനയിലെ വൻമതിൽ ഇപ്പൊ ഉണ്ട്. ആ സ്പീക്കറിന്റെ അടുത്ത് മാറിക്ക്. മൂന്നാനെ സ്റ്റേജ് ഒന്നും ഒരു സുഖമില്ലല്ലോ. അതായത് ഈ ചെക്കൻ മിമിക്രിക്കാരനാണല്ലോ, എന്ത് പറഞ്ഞാലും ഒരു മിമിക്രി ഭാഷ, ഒരു ടച്ച് വരും. ഈ സ്റ്റേജ് എന്ന് ഉദ്ദേശിച്ചത് ഈ പൊരയില്ലേ നമ്മുടെ വീടിനാണ് പറഞ്ഞത്. പഴകിയതാണല്ലോ. ഓ എല്ലാം മിമിക്രി സ്റ്റൈലിലേ പറയൂ. അതെ അതെ മോനെ, പണി നടന്നുകൊണ്ടിരിക്കുക. ഉടനെ തന്നെ ഞങ്ങൾ ശരിയാക്കും. ഓക്കെ. അല്ല മിമിക്രിക്കാരനാന്നുള്ള തെളിവ് എന്താ ഉള്ളത്? എന്താ വേണം? എന്ത് തരും? എന്നാ വേണം? എന്ത് തരൂടോ? ഞാൻ എന്റെ മാസ്റ്റർ പീസ് സംഭവം എടുക്കാം. വേറൊന്നുമല്ല, ബലൂൺ പൊട്ടിയതിന് ശേഷമുള്ള കുമിള. അതിന്റെ ശബ്ദം അതങ്ങനെ എടുക്കാൻ പോണം. സ്വന്തം തൊണ്ടുണ്ട്. സ്വന്തം മുമ്പേ ഞാൻ പറഞ്ഞു കേട്ടോ. പൊട്ടിയതിനു ശേഷമുള്ള ബലൂൺ പൊട്ടിയതിനു ശേഷമുള്ള കുമിള. ഞങ്ങളുടെ ചെറുക്കണക്കുന്നു ബലൂൺ പൊട്ടിയതിനു ശേഷമുള്ള കുമിള അതിന് ശ്രീയില്ലേ? ബലൂൺ പൊട്ടിയ ശേഷമുള്ള കോമള. ഓക്കെ. അടി അണ്ണാക്കി പോവും കേട്ടോ. കണ്ട് കല്യാണം ഉറച്ചി. അവിടെ നോക്കട്ടെ. അതും പൊട്ടിച്ച്. ആദ്യത്തെ അനുഭവത്തിൽ നിന്ന് പഠിക്കണം മനുഷ്യൻ കേട്ടോ. എന്തായാലും ഇത് ആരും ചെയ്യാ. ഇനി എന്താണ്? ട്രെയിനിന്റെ സൗണ്ട് ഉണ്ട്. പിന്നെ അതല്ലേ മാസ്റ്റർ പീസ്. അടിപൊളിയുണ്ട്. ഇനി ഏതായാലും കല്യാണം നമുക്ക് ഉറപ്പിക്കാം. പിന്നെ അടിപൊളി പെണ്ണിനെ വിളിക്കട്ടെ. പ്രോഗ്രാം ഉറപ്പിച്ച സ്ഥിതിക്ക് ഐറ്റം കാണാം. ഞാൻ പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞാലും ഒരു മിമിക്രി ടച്ച് വരുന്നല്ലേ. പ്രോഗ്രാം ഉദ്ദേശിച്ചത് നമ്മുടെ സ്ത്രീധന കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ട് കല്യാണം ഉറപ്പിക്കാലോ എന്ന് പറഞ്ഞത്. എന്തായാലും ഐറ്റം കാണണ്ടേ? അയ്യോ ചേട്ടാ, ഐറ്റം എന്ന് വെച്ചാൽ മിമിക്രി. ഞാൻ പറഞ്ഞില്ലേ ഐറ്റം കൊച്ചു നമ്മുടെ പിള്ളേര്. മോളെ കണ്ടേ? എല്ലാം മിമിക്രി ഭാഷ പറയൂല്ലോ. മോളെ വാ. ഇതാണ് മോളെ വിളിച്ചിട്ട് വേലക്കാരിയല്ലോ. മൂന്നാനേ നല്ല അടിപൊളി ഐറ്റം. കുട്ടി നല്ലാണെന്ന് പറഞ്ഞാട്ടാ. ദൈവമേ വൃത്തിയും കാണിക്കോ. എന്റെ കമ്മീഷൻ പോയി. എന്താ കാണിച്ചത്? അല്ല വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പെണ്ണിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കിട്ട് വരണം. മോനെ എങ്ങനെയുണ്ട് ചുറ്റുപാട്? കുത്തമ്മീനാറിനൊരു റൗണ്ട് വെച്ച പോലെ ഉണ്ട്. ഇല്ലല്ല, അവൻ തമാശക്കാരനാ, മിമിക്രിക്കാരനാ. ഞാനൊരു കാര്യം കാണിക്കും. ചേർച്ച ഉണ്ടോ ഇല്ലയോ എന്ന് പറയണം. ഇപ്പൊ പറയാം കേട്ടോ. അവസാനം അവിടെ ചെന്ന് ഞാൻ പറയണം. കറക്റ്റ് ചേർച്ച പറയണം. എന്റെ പൊന്നെ, എന്റെ ചെറുപ്പകാലം ഓർമ്മ. അതെന്താണ് ചെറുപ്പകാലം? മാവിന്റെ മുകളിൽ നിന്ന് മാങ്ങ വീണ് നടക്കണ പോലെ. എന്തായാലും നമുക്ക് കല്യാണം നമുക്ക് ഉറപ്പിക്കാം. ഇപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അതെ, എന്തായാലും കല്യാണം ഉറപ്പിക്കുന്ന സ്ഥിതിക്ക്
ചെറുതായിട്ടൊന്ന് ഇന്റർവ്യൂ ചെയ്തോട്ടെ. പ്ലീസ്, അത് വൃത്തികളല്ല. ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഈ ഇപ്പോഴത്തെ ചെക്കനും പിള്ളേരൊക്കെ ആണല്ലോ, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവുമല്ലോ. നമുക്കാണ് മാറിക്കാം. പഴയ കാലമല്ലോ പുതിയ അവര് രണ്ടും പറഞ്ഞു നോട്ടെ. അല്ല, എനിക്ക് അച്ഛന്റെ അടുത്ത് നിന്നാ മതി. അവളെ ഞാൻ പുന്നാരിച്ച് വളർത്തിയതാ. വീട്ടില് തറവാട്ടിൽ വളർന്ന തറവാട്ടിൽ ജനിച്ച കുട്ടിയാ. അതല്ല, നിങ്ങൾ ഇങ്ങോട്ട് മാറിയില്ലേ? ഞങ്ങൾ ഇപ്പൊ ഇത് തറവാട്ടി പറഞ്ഞല്ല, പോത്തും കുട്ടിയിൽ വളർന്നാണ്. എന്റെ ദൈവം. അപ്പൊ വേറെ കേസുണ്ട്. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ എനിക്ക് എന്റെ കമ്മീഷൻ കിട്ടണം. കമ്മീഷന്റെ കാര്യത്തിൽ പേടിക്കണ്ട. കമ്മീഷന് മുമ്പ് ശ്രീ ചേർക്കാണ്ടിരുന്നോ? അല്ല, ശ്രീ ചേർക്കൂല. പിന്നെ 1010 രൂപയാണ് ഞാനിപ്പോ ലീഡ് ചെയ്യുന്നത്. അതിന്റെ പേരിൽ നീ പേടിക്കണ്ട. നീ ഒന്നും എന്താ സംഭവിച്ചത്? ഇവള് നിസ്സാര കാര്യങ്ങൾ കണ്ടാ പേടിക്കില്ല. നീ എന്താ ഇവിടെ ചെയ്തത്? സത്യം പറ. എന്താ നീ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞോളൂ. എന്താ ചെയ്തത്? ഞാൻ പറയാം. എന്തായാലും പ്രോഗ്രാം ഉറപ്പിച്ചല്ലോ. പ്രോഗ്രാമിന് മുമ്പ് ചെറുതായിട്ടൊന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കിയതാ.